സോ നെക്സ്റ്റ് നമുക്ക് കാണാനുള്ള ടോപ്പിക്കാണ് എന്ത്, കൺസ്ട്രക്ഷൻ ഓഫ് ആൻ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു പലതരം ടെസ്റ്റുകൾ ഉണ്ട്, അച്ചീവ്മെന്റ് ടെസ്റ്റ് ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ലേണറിന്റെ അപ്രൈസൽ, അതായത് ലേണറിനെ വിലയിരുത്താനായിട്ട് നമ്മൾ ഈ ടെസ്റ്റുകളെല്ലാം ഉപയോഗിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് അച്ചീവ്മെന്റ് ടെസ്റ്റിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു നല്ല അച്ചീവ്മെന്റ് ടെസ്റ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, അതിലുള്ള സ്റ്റെപ്സ് ആണ് നമ്മൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? പ്ലാനിങ് ഓഫ് ദ ടെസ്റ്റ്. ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ടെസ്റ്റ് പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലോ നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ദ ഡിസൈൻ ഫോർ ദ ടെസ്റ്റ്. ഡിസൈൻ ഫോർ ദ ടെസ്റ്റ്, അതായത് ടെസ്റ്റ് എങ്ങനെ ഇരിക്കണം, എന്തായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റിന്റെ ഒരു പിക്ചർ, എന്തൊക്കെയായിരിക്കും കണ്ടന്റ്, എന്തൊക്കെയായിരിക്കും എന്താ പറയുക ക്വസ്റ്റ്യൻസ്, ടൈപ്സ് എന്തായിരിക്കും, സെക്ഷൻ എന്തായിരിക്കും, അങ്ങനെ എല്ലാ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ഡിസൈൻ അതെന്തായിരിക്കും, അത് ഇച്ചിരി വലിയ ടോപ്പിക്കാണ്. നെക്സ്റ്റ് ആണ് എന്ത്, പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിന്റ്, പിന്നെ എന്താണ് റൈറ്റിംഗ് ടെസ്റ്റ് ഐറ്റംസ്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പ്രിപ്പറേഷൻ ഓഫ് സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രോപ്പർ ആയിട്ട് നല്ലൊരു ടെസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പ്ലാനിങ് ഓഫ് ദി ടെസ്റ്റ്. പ്ലാനിങ് ഓഫ് ദി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ടെസ്റ്റ് ക്ലാസ്സിൽ പോയി പറയുമ്പോൾ തന്നെ പിള്ളേർ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇപ്പൊ ചെറിയ പിള്ളേരെ ക്ലാസ്സിലൊക്കെ നമ്മൾ ടെസ്റ്റ് ഉണ്ട്, നാളെ ടെസ്റ്റ് ഉണ്ടാന്ന് ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ എന്ത് ചോദിക്കും? എന്താ മിസ്സേ ടെസ്റ്റിൽ ഏത് ചാപ്റ്റർ ആണ്, ഏത് പോർഷൻ ആണ്, എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, എത്ര മാർക്കിനാണ്, എത്ര നേരത്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെ. അപ്പം അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പ്ലാനിങ് ഓഫ് ദി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ടെസ്റ്റ് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് വേണം. What will be the maximum marks, what will be the time allotted, what are the learning outcomes which you are going to test. ഓക്കെ, പിന്നെ അതേപോലെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഏത് ക്ലാസ്സിൽ, ടീച്ചറിന്റെ പേരെന്താണ്, സ്കൂളിന്റെ പേരെന്താണ്, ഏത് യൂണിറ്റ് ആണ്, ഏത് ക്ലാസ് ആണ്, എത്ര മാർക്കാണ്. അപ്പം ഇതെല്ലാം നമ്മൾ എന്താ പറയാ, ടെസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാനിങ് ഓഫ് ദി ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് എന്ത് നമ്മൾ പറയുന്നത്, പ്രിപ്പറേഷൻ ഓഫ് ദി ഡിസൈൻ ഫോർ ദി ടെസ്റ്റ്, അതായത് ടെസ്റ്റിന്റെ ഡിസൈൻ അല്ലെ, ടെസ്റ്റിന്റെ ഡിസൈൻ നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ചെയ്യുന്നത് നമ്മളൊരു 6 സ്റ്റെപ്പിലാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് വെയിറ്റേജ് ഓഫ് ദ കണ്ടന്റ് ആൻഡ് ലേണിംഗ് ഔട്ട്കംസ്. അപ്പം ഓരോ കണ്ടന്റ്, ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഒരു ചാപ്റ്ററിൽ ഒത്തിരി ടോപ്പിക്സ് ഉണ്ടാവും അല്ലെ, അപ്പം ഓരോ ടോപ്പിക്കിനും എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് വെയിറ്റേജ് ഓഫ് ദ കണ്ടന്റ് ആൻഡ് ലേണിംഗ് ഔട്ട്കംസിൽ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, വെയിറ്റേജ് ഓഫ് തിങ്കിങ് സ്കിൽസ്. തിങ്കിങ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ബ്ലൂംസ് ടാക്സോണമി പറഞ്ഞ ഓർമ്മയില്ലേ, അതിലെന്താ ഉള്ളത്, നമുക്ക് തിങ്കിങ് സ്കിൽസ് ഉണ്ട് അല്ലെ, കോഗ്നിറ്റീവ് എബിലിറ്റീസ്. അതിലെന്താ റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അനലൈസിങ് ഒക്കെ അങ്ങനെ പറഞ്ഞ എന്ത് സ്കിൽസ് ഉണ്ട്. അപ്പം ആ ഒരു തിങ്കിങ് സ്കിൽസിലെ ഏത് സ്കില്ലാണ് നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതിന് ഏത് സ്കില്ലിന് എത്ര വെയിറ്റേജ് കൊടുക്കണം എന്നുള്ളതാണ് എന്ത്, വെയിറ്റേജ് ഓഫ് ദ തിങ്കിങ് സ്കിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്. എന്ത് തരം ക്വസ്റ്റ്യൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ആണോ, ഷോർട്ട് ആൻസർ ആണോ, എസ്സേ ടൈപ്പ് ആണോ, സോ അതിന്റെയും വെയിറ്റേജ്, എത്ര മാർക്കിന് മൾട്ടിപ്പിൾ ചോയ്സ് കാണും, എത്ര മാർക്കിന് ഷോർട്ട് ആൻസർ കാണും, സോ ദാറ്റ് ഈസ് വെയിറ്റേജ് ടു ദ ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്. പിന്നെ എന്താണ്, ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി. എത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ കാണും, എത്ര ആവറേജ് ക്വസ്റ്റ്യൻസ് കാണും, എത്ര ഈസി ക്വസ്റ്റ്യൻസ് കാണും, അതും നമ്മൾ എന്ത് ചെയ്യണം, അതും നമ്മൾ തീരുമാനിക്കണം അല്ലെ. പിന്നെ എന്താണ്, സ്കീം ഓഫ് ഓപ്ഷൻസ് ആൻഡ് സ്കീം ഓഫ് സെക്ഷൻസ്. സ്കീം ഓഫ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പം ചോയ്സ് കൊടുക്കില്ലേ, അപ്പൊ ചോയ്സ് എങ്ങനെയാ കൊടുക്കേണ്ടത്, ഇന്റേണൽ ചോയ്സ് കൊടുക്കണോ, എക്സ്റ്റേണൽ ചോയ്സ് കൊടുക്കണോ എന്നുള്ളതൊക്കെയാണ് എന്ത്, സ്കീം ഓഫ് ഓപ്ഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുക. അതേപോലെ സെക്ഷൻസിലാണെങ്കിലോ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എന്തുണ്ടാവും, സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി എന്ന് പറഞ്ഞിട്ട് സെക്ഷൻസ്. അപ്പൊ എത്ര സെക്ഷൻ വേണം, ഓരോ സെക്ഷനിലും എന്താ വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്താണ്, സ്കീം ഓഫ് സെക്ഷൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് ദ ഡിസൈൻ ഫോർ ദ ടെസ്റ്റ്. ഇനി ഓരോന്നും കാണാം നമുക്ക്. വെയിറ്റേജ് ആണ്, വെയിറ്റേജ് ടു കണ്ടന്റ് ആൻഡ് ലേണിംഗ് ഔട്ട്കംസ്. അതെങ്ങനെയാണ് നമ്മൾ കാണുക, വെയിറ്റേജ് ടു കണ്ടന്റ് ആൻഡ് ലേണിംഗ് ഔട്ട്കംസിൽ നമ്മൾ ഒരു ടേബിൾ ഉണ്ടാക്കുക. എങ്ങനെയാണ് ടേബിളിൽ ഉണ്ടാവുക, കണ്ടന്റ് ഒരു സൈഡ് നമ്മൾ സീരിയൽ നമ്പർ എഴുതുക, കണ്ടന്റ് എഴുതുക, ഓരോ കണ്ടന്റിന്റെയും ലേണിംഗ് ഔട്ട്കംസ്, അതായത് 1.1 അത് മാപ്പിംഗ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു ലേണിംഗ് കണ്ടന്റിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അതിൽ എത്ര മാർക്ക് അതിന് കൊടുക്കും. ഓക്കെ, ഈ ഒരു കണ്ടന്റിൽ നമ്മൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്നത് എനിക്ക് ഈ ഒരു ഫോർഗെറ്റിംഗ് നേച്ചർ ആൻഡ് കോസ് ആണ്. ഓക്കെ, അല്ല, ടെക്നിക്സ് ടു എൻഹാൻസ് മെമ്മറി. അപ്പൊ ഈ ടെക്നിക്സ് ടു എൻഹാൻസ് മെമ്മറിയിൽ നിന്ന് ഓൾറെഡി ടീച്ചർ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്, 4 ക്വസ്റ്റ്യൻ ഇടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എത്ര മാർക്കിന്, 6 മാർക്കിന്. അപ്പൊ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഏതിനാ, ഈ ഒരു ടോപ്പിക്കിന്. അപ്പം ഇത് പ്ലാൻ ചെയ്യുന്നതിനെയാണ് എന്ത്, വെയിറ്റേജ് ടു കണ്ടന്റ് ആൻഡ് ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത എന്താണ്, വെയിറ്റേജ് ടു തിങ്കിങ് സ്കിൽസ്. തിങ്കിങ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റിയിലെ തിങ്കിങ് സ്കിൽസ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ റിമെമ്പറിംഗ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, അപ്ലൈയിങ്, അനലൈസിംഗ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ്. അപ്പൊ ചെറിയ ക്ലാസ്സുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിമെമ്പറിംഗ് ക്വസ്റ്റ്യൻസ് കുറച്ചധികം കൊടുക്കും ഇല്ലേ, ബൈ ഹാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കുറച്ചധികം കൊടുക്കും. എന്നാൽ വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോഴോ ഈ സൈഡിലേക്ക് കുറച്ചധികം മാർക്ക് കൊടുക്കും. അപ്പൊ ഓരോ സ്കില്ലിനും എത്ര മാർക്കാണ് നമ്മൾ അലോട്ട്
ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഡിസൈഡ് ചെയ്യും. അത് എത്ര പെർസെന്റേജ്, ഇപ്പൊ നമ്മൾ 25 കൊടുക്കുന്നതെങ്കിൽ ഫുൾ ടെസ്റ്റ് 25 മാർക്കിലാണെങ്കിൽ അതിൽ 6 മാർക്കാണ് നമ്മൾ എന്തിന് അലൗട്ട് ചെയ്യുന്നത്, റിമെമ്പറിംഗ് സ്കില്ലിന് അലൗട്ട് ചെയ്യുന്നത്. അപ്പൊ അത് എത്ര പെർസെന്റേജ് ഓഫ് മാർക്സ് ആണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ റിമെമ്പറിംഗ് എന്നതിന് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ അണ്ടർസ്റ്റാൻഡിങ്ങിനും അപ്ലൈയിങ് എല്ലാ സ്കിൽസിനും നമുക്ക് മാർക്സ് അലോട്ട് ചെയ്യാം. Then next is what? Weightage to the form of questions. അത് ഈസിയാണ്. ഇത്രയും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 5 ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ്, 1 മാർക്ക് ഉണ്ട്. അപ്പൊ 5 മാർക്ക് ടോട്ടൽ. ഓക്കെ, അതേപോലെ വെരി ഷോർട്ട് ആൻസർ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, 3 ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഹൗ മച്ച് മാർക്സ്, 6 മാർക്സ് ടോട്ടൽ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതമായിരിക്കും. ഇനി ഷോർട്ട് ആൻസർ ആണെങ്കിലോ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 9 മാർക്സ്. അപ്പൊ 3 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ കാണും. അതേപോലെ എന്താണ്, ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും 5 മാർക്കിന്റെ. സോ ഇതെന്തായി, നമ്മൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് തീരുമാനിച്ചു. ഓക്കെ, ഇനി ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി നമുക്കറിയാം. ഏതൊരു ടെസ്റ്റ് ആണെങ്കിലും എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, മോർ ദാൻ ഹാഫ് ഓഫ് ദ ക്ലാസ് ആവറേജ് കുട്ടികളാണ്, അല്ലെങ്കിൽ 70% ഓഫ് ദ ക്ലാസ് ആവറേജ് കുട്ടികളാണ് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കണം, ആവറേജ് ആയിരിക്കണം അല്ലെ കുട്ടികൾക്ക്. പിന്നെ നമുക്ക് എന്താ പറയാ, ഒരു ഡിസ്റ്റിങ്ഷൻ ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഇടണം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈസി ക്വസ്റ്റ്യൻസും ഇടും. പക്ഷെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അതിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ടേബിൾ ഉണ്ടാക്കുക. ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഈസിയിലാണെങ്കിൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ഇടും, എത്ര മാർക്കിന് ഇടും, അത് എത്ര പെർസെന്റേജ് ആണ്. അതേപോലെ ആവറേജ് ആണെങ്കിൽ ആവറേജ് ക്വസ്റ്റ്യൻസ് നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ഇടും, അത് എത്ര മാർക്കിനിടും, അതേപോലെ അത് എത്ര പെർസെന്റേജ് ഓഫ് മാർക്കാണ്. സോ ഇതാണ് അതിന്റെ വെയിറ്റേജ് ടു ദ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ സ്കീം ഓഫ് ഓപ്ഷൻസും സ്കീം ഓഫ് സെക്ഷൻസും. അപ്പൊ സ്കീം ഓഫ് ഓപ്ഷൻസ് നമുക്ക് എന്ത് കൊടുക്കാം, ഇന്റേണൽ ഓപ്ഷൻസ് കൊടുക്കാം അല്ലെ. ഇന്റേണൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ വൈസ് ഓപ്ഷൻ കൊടുക്കുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ ആണെങ്കിലേ ഒരേ യൂണിറ്റിൽ നിന്ന് 2 എസ്സേയിൽ ഒരു എസ്സേ എഴുതാന്ന് പറയാം. അപ്പൊ അതെന്താണ്, ആ യൂണിറ്റ് എന്തായാലും പഠിച്ചേ പറ്റൂ. അപ്പൊ ഇന്റേണൽ ഓപ്ഷൻ ആണത് അല്ലെ. അപ്പൊ ആ യൂണിറ്റിൽ നമുക്കൊരു ഓപ്ഷൻ കിട്ടുക. എന്നാൽ എക്സ്റ്റേണൽ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 10 എസ്സേ ടൈപ്പ് കൊടുത്തിട്ട് 5 യൂണിറ്റിന്റെ ഒരു കോഴ്സ് ആണെങ്കിൽ 10 എസ്സേ ടൈപ്പ് കൊടുത്തിട്ട് അതിൽ ഏതെങ്കിലും 5 എഴുതിയാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പഠിച്ചാൽ മതി, ഒരു 3 യൂണിറ്റ് പഠിച്ചാലും നമുക്ക് നമ്മുടെ 5 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ചോയ്സിനാണ് നമ്മൾ എന്ത് പറയാ, എക്സ്റ്റേണൽ ഓപ്ഷൻ. പിന്നെ സ്കീം ഓഫ് സെക്ഷൻസ് ഉണ്ട്. എന്താ സ്കീം ഓഫ് സെക്ഷൻസ് എന്ന് പറഞ്ഞത്, ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ സ്കീം ഓഫ് സെക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിന്റ്. പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞത് നമ്മളിപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തു അല്ലെ. ഈ ഡിസൈൻ ചെയ്തപ്പോൾ നമ്മൾ കണ്ടന്റിന്റെ വെയിറ്റേജ് നോക്കി, തിങ്കിങ് സ്കില്ലിന്റെ വെയിറ്റേജ് നോക്കി, അതേപോലെ തന്നെ ഫോം ഓഫ് ക്വസ്റ്റ്യന്റെയും വെയിറ്റേജ് നോക്കി. അപ്പം ഈ 3 കാര്യവും ഒറ്റ ഷീറ്റിൽ കൊണ്ടുവരുന്നതാണ് എന്ത്, പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നോക്കിയാൽ കണ്ടോ, ഈ കണ്ടന്റ് അല്ലെങ്കിൽ കണ്ടന്റിന്റെ വെയിറ്റേജ്, കണ്ടന്റ് ഇവിടെ നമ്മൾ ആദ്യം ലിസ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ തന്നെ നമ്മൾ എന്ത് കൊടുത്തു, ഏത് ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തു. ഇതിപ്പോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, വെരി ഷോർട്ട് ആൻസർ ആണ്, ഷോർട്ട് ആൻസർ എസ്സേ. ഓക്കെ, അത് എന്തിന്റെ കീഴിലാ, റിമെമ്പറിംഗ് സ്കില്ലിന്റെ കീഴില്. റിമെമ്പറിംഗ് സ്കില്ല് 2 തരം ഉണ്ട്. എന്ത്, ലോവർ ഓർഡർ തിങ്കിങ് സ്കിൽസും ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസും. ലോവർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ഏതൊക്കെയാ, റിമെമ്പറിംഗ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്. ഓക്കെ, അപ്പൊ റിമെമ്പറിംഗിൽ തന്നെ നമുക്ക് എന്ത് തരം ക്വസ്റ്റ്യൻസ് കാണാം, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ കാണാം, വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ കാണാം, ഷോർട്ട് ആൻസർ കാണാം, അതേപോലെ തന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനും കാണാം. ഓക്കെ, സോ അത് റിമെമ്പറിംഗിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ക്വസ്റ്റ്യൻസ്. അതേപോലെ അണ്ടർസ്റ്റാൻഡിങ്ങിന് അണ്ടറിൽ എന്ത് വരുന്നുണ്ടാവും, അതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും. സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, എന്നിട്ട് നമ്മൾ ഇവിടെ എഴുതും എന്താണ്, നേച്ചർ ഓഫ് മെമ്മറിയിൽ നമ്മളിപ്പോ വിചാരിച്ചിരിക്കുന്ന എത്ര ക്വസ്റ്റ്യൻസ് ആണ്, 2 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇവിടെ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും, അതേപോലെ ഇവിടെ 2 മാർക്കിന്റെ അതായത് ഇവിടെ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും. ഇത് ശരിക്കും തിരിച്ചു വരണം കേട്ടോ. 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും, ഇവിടെ 2 മാർക്കിന്റെ ഒരു മാർക്കിന്റെ 2 ക്വസ്റ്റ്യനും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട്. ഓക്കെ, സോ കാരണം വെരി ഷോർട്ട് ആൻസറിന് നമ്മൾ എത്ര മാർക്കാണ് കൊടുത്തിരിക്കുന്നത്, 2 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ മാർക്കാണ് ഇവിടെ പുറത്തു വയ്ക്കുന്നത്. അപ്പൊ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, അതേപോലെ ഇത് തിരിച്ചു വരണം കാരണം ഇത് എന്താ ഒബ്ജക്റ്റീവ് ടൈപ്പ്. അപ്പൊ ഇത് 1 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ. അപ്പൊ ടോട്ടൽ നമ്മൾ എത്ര കൊടുക്കണം, ടോട്ടൽ ഇവിടെ എത്ര ക്വസ്റ്റ്യൻ വരും, 4 മാർക്ക് വരും. സോ ഇത് ചെറുതായിട്ടൊന്ന് വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 മാർക്കാണ്. ടോട്ടൽ ഐറ്റംസ് എത്രയായി, 1, 2 ക്വസ്റ്റ്യൻസ് ആയി. ഇതാണ് അതിന്റെ ബ്ലൂ പ്രിന്റ് എന്ന് വരുന്നത്. ഇതൊന്ന് മാറ്റി എഴുതണേ. ഓക്കെ, സോ ഇങ്ങനെയാണ് വരിക. ഇനിയിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്നിക്സ് ഓഫ് എൻഹാൻസിങ് മെമ്മറി നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് പറഞ്ഞൊരു ടോപ്പിക് അല്ലേ. അപ്പൊ അത് നമ്മൾ പറഞ്ഞ 6 മാർക്ക് കൊടുക്കുന്നല്ലേ. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, 1 മാർക്കിന്റെ 1 മാർക്ക് കൊടുത്തിട്ടുണ്ട്, അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ്. 1 ഇവിടെയും 1 കൊടുത്തിട്ടുണ്ട്, 2. പിന്നെ ഇവിടെ എന്താണ്, വെരി ഷോർട്ട് ആൻസർ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായി, 3, 4. അതേപോലെ വെരി ഷോർട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട്, 5, 6. അപ്പൊ ടോട്ടൽ എത്ര മാർക്കിനായി, 6 മാർക്കിനായി. അതേപോലെ എത്ര ക്വസ്റ്റ്യൻ കൊടുത്തു നമ്മൾ 6 മാർക്കിന്, 3 ഒബ്ജക്റ്റീവും ഒരു വെരി ഷോർട്ട് ആൻസറും കൊടുത്തു.
അല്ല 2 ഒബ്ജക്റ്റീവും 2 വെരി ഷോർട്ട് ആൻസറും കൊടുക്കും. മനസ്സിലായോ? എന്നാൽ എസ് എ ക്വസ്റ്റ്യൻ ആരുടെയാ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. ഈ എസ് എ കംപ്ലീറ്റ് പോയി, ഇതില്ല, ഇതുമില്ല. എസ് എ വരുന്നത് ഇവിടെയാണ് 5 മാർക്കിന്റെ ഒരു എസ് എ. എവിടെയാ? ഫോർഗെറ്റിംഗ്. ഓക്കെ, മനസ്സിലായോ? സോ ഇങ്ങനെ ഈ പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ത് നമ്മുടെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 3D റെപ്രസെന്റേഷൻ ആണ്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? കണ്ടന്റ്, തിങ്കിങ് സ്കില്ല്, ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം കൂടെ ഒരു ഷീറ്റിൽ കൊണ്ടുവരുന്നതാണ് നമ്മുടെ ബ്ലൂ പ്രിന്റ്. ഇനി അടുത്തത് എന്താ? ഇതൊക്കെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ദാറ്റ് ഈസ് റൈറ്റിംഗ് ഔട്ട് ദ ടെസ്റ്റ് ഐറ്റംസ്. ടെസ്റ്റ് ഐറ്റംസ് നമ്മൾ നേരത്തെ കണ്ടല്ലോ. എന്തൊക്കെയാ? MCQs, ഷോർട്ട് ആൻസേഴ്സ്, വെരി ഷോർട്ട് ആൻസേഴ്സ്, അതൊക്കെയാണ് എന്ത് നമ്മുടെ ടെസ്റ്റ് ഐറ്റംസ് ആയിട്ട് വരുന്നത്. സോ റൈറ്റിംഗ് ദ ടെസ്റ്റ് ഐറ്റംസ്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം. സ്കോറിംഗ് കീ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ക്വസ്റ്റ്യൻ നമ്പറും എഴുതുക, എന്നിട്ട് അതിന്റെ കറക്റ്റ് ആൻസർ എന്താന്ന് എഴുതുക. ഇപ്പൊ MCQ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആൻസർ എഴുതുക, അല്ല നമ്മൾ എസ് എ ആണെങ്കിൽ എന്ത് ചെയ്യണം? വാല്യൂ പോയിന്റ്സ് എഴുതുക. അതായത് വാല്യൂ പോയിന്റ്സ് പറഞ്ഞാൽ ഏത് പോയിന്റ് എഴുതിയാലാണ് നമ്മൾ മാർക്ക് കിട്ടുന്നത് എന്നത്. ഓക്കെ, അപ്പം അതിന്റെ മാർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മാർക്ക്. ഇപ്പൊ 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 പോയിന്റ് എഴുതിയാൽ 1 മാർക്ക്, അത് 2 പോയിന്റ് എഴുതിയാൽ 2 മാർക്ക്. അപ്പൊ ആ പോയിന്റ്സ് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ എവിടെ ലിസ്റ്റ് ചെയ്യും? ഈ വാല്യൂ പോയിന്റിന്റെ അണ്ടറിൽ ലിസ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ആൻസർ എഴുതിയിട്ട്, ആൻസർ പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ട് ഓരോ പോയിന്റിനും എത്ര മാർക്ക് എന്നുള്ളത് നമ്മളിവിടെ ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്? സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ കയ്യിലുള്ള എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ്. അതായത് ഇതെല്ലാം കഴിഞ്ഞാലും നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ വൈസ് ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യും. അപ്പൊ കണ്ടന്റ് ഏതാന്ന് നോക്കണം. ഓക്കെ, കണ്ടന്റിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു നോക്കണം. ഏത് തിങ്കിങ് സ്കില്ലിലാണ് നമ്മൾ നോക്കിയത് നോക്കണം. അതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഫോം ഓഫ് ക്വസ്റ്റ്യൻ ഏതാണ്, ഏത് തരം ക്വസ്റ്റ്യൻ ആണ് അവിടെ ഇട്ടിരിക്കുന്നത്, അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്താണ്, മാർക്സ് എത്രയാണ്. ഓക്കെ, ആൻഡ് അത് ചെയ്യാൻ എത്ര സമയം എടുക്കും. സോ ഇത്രയും നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ ലിസ്റ്റ് ചെയ്യണം. അപ്പം ഇതെന്താണ്? ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ്. ഓരോ ക്വസ്റ്റ്യന്റെയും നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ, ടോപ്പിക്, അതേപോലെ തിങ്കിങ് സ്കില്ല്, ഫോം ഓഫ് ക്വസ്റ്റ്യന്, ഡിഫിക്കൽട്ടി ലെവല്, മാർക്സ്, ടൈം, ഇതെല്ലാം നമ്മൾ അവിടെ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും ഓരോ ക്വസ്റ്റ്യനും എടുത്തിട്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ പേപ്പർ. Okay, so this is about construction of an achievement test.